കർത്താവിൽ പ്രിയമുള്ളവരെ, പൗരസ്ത്യ കൽദായ സുറിയാനി സഭയ്ക്ക് മെയ് 1 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കൽദായ സഭയ്ക്ക് പ്രത്യേകിച്ചും സഭയുടെ ഇന്ത്യ ചരിത്രത്തിലെ ഒരു സുപ്രധാന ദിനം. നമ്മുടെ മണ്ണിൽ, നമ്മുടെ കാലഘട്ടത്തിൽ, നമ്മുടെ കൺമുമ്പിൽ തന്നെ സഭാ സേവനം നിർവഹിച്ച് ക്രിസ്തുവിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന തിരുമേനിമാരുടെ ഓർമ്മ ദിവസമാണ് മെയ് 1. ഇന്ത്യയിൽ പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ ചരിത്രം അത് AD 52 മുതൽ തുടങ്ങുന്നതാണ്. അതുകൊണ്ട് തന്നെ AD 52 മുതൽ ഇതുവരെയുള്ള പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ പിതാക്കന്മാരുടെ ഓർമ്മ ദിവസമായിട്ട് നമുക്ക് ഈ ദിവസം ആചരിക്കാം. പ്രത്യേകിച്ചും 16-ാം നൂറ്റാണ്ടിന് ശേഷം തകർക്കപ്പെട്ടിരുന്ന ആ മാതൃസഭയോടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി വീണ്ടും പരിശ്രമിച്ച പിതാക്കന്മാരും അതിനകത്തുണ്ട്. അതിൽ മുന്നിൽ നിൽക്കുന്നത് മാർ ഔദീശോ മെത്രാപ്പൊലീത്തയാണ്. നമ്മുടെ വലിയ പള്ളിയുടെ സൈഡിൽ കുരുവിളച്ചൻ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന നമ്മുടെ തിരുമേനിമാർ അവർക്ക് ശേഷം വന്നവരാണ്. അതിൽ മാർ ഔദീശോ മെത്രാപ്പൊലീത്ത, അതിനുശേഷം അബിമലേഖ് മാർ തിമോത്തിയോസ് മെത്രാപ്പൊലീത്ത, മാർ തോമോ ധർമ്മോ തിരുമേനി, മാർ തിമോത്തിയോസ് 2-ാമൻ തിരുമേനി, പൗലോസ് മാർ പൗലോസ് തിരുമേനി, ഇവരുടെ എല്ലാം ഓർമ്മ ദിനമായിട്ട് നാം ഈ ദിവസം ആചരിക്കുകയാണ്. എങ്കിൽ തന്നെ അതിലേറ്റവും പ്രത്യേകിച്ച് 2019 ശേഷം അബിമലേഖ് മാർ തിമോത്തിയോസ് തിരുമേനിയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചതിന് ശേഷം ആ വിശുദ്ധൻ്റെ ഓർമ്മ തിരുനാൾ കൂടിയാണ് മെയ് 1. അതുകൊണ്ട് സഭയായിട്ട് നമ്മുടെ പൈതൃകത്തെയും നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തെയും സഭയോടുള്ള സ്നേഹത്തെയും ഏറ്റുപറയുന്നതിന് കിട്ടുന്നൊരവസരം കൂടിയാണ് നമുക്ക് മെയ് 1. പ്രത്യേകിച്ചും തിരുനാൾ ആഘോഷിക്കുന്ന അവസരത്തിൽ തിരുനാളായിട്ട് ആഘോഷിക്കുമ്പോൾ അതിന് തലേദിവസം, മെയ് 1 തലേദിവസം ഏപ്രിൽ 30 വൈകിട്ട് 6:30 മണിക്ക് സന്ധ്യാപ്രാർത്ഥനയും വലിയ പള്ളിയിൽ വെച്ച് അതിനുശേഷം നമുക്ക് പ്രദക്ഷിണവും ഈ കൊല്ലം മുതൽ നാം ഒരുക്കിയിട്ടുണ്ട്. അതിൽ വിശുദ്ധ സഭയിലെ എല്ലാ അംഗങ്ങളും തന്നെ വന്ന് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അംഗങ്ങളാകണം, പങ്കെടുക്കണമെന്ന് ഈ സമയത്ത് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. വിശുദ്ധനായ അബിമലേഖ് മാർ തിമോത്തിയോസിനോടുള്ള സ്നേഹവും കരുതലും, സഭയോടുള്ള കരുതലും, അതോടൊപ്പം തന്നെ മറ്റ് തിരുമേനിമാരോടുള്ള സ്നേഹവും പ്രകടിപ്പിക്കുന്നതിന് നമുക്ക് കിട്ടുന്ന ഒരു അസുലഭ നിമിഷമാണ് മെയ് 1. അന്നത്തെ ദിവസത്തിൽ തലേദിവസം ഇതുപോലെ പ്രാർത്ഥനയും പ്രദക്ഷിണവും, പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് വലിയ പള്ളിയിൽ കുർബാനയും, അതിനുശേഷം കബറിങ്കൽ അന്യതയും, അതിനുശേഷം പൊതുസമ്മേളനവും പൊതുസദ്യയും നാം തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ എല്ലാവരും പങ്കെടുക്കണം. അതിൽ വന്ന് എല്ലാവരും അതിൽ പങ്കെടുത്ത് പിതാക്കന്മാരുടെ അനുഗ്രഹം പ്രാപിക്കണമെന്ന് പ്രത്യേകം ഈ സമയത്ത് ഓർപ്പിക്കട്ടെ. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ ചരിത്രം അത് എങ്ങും ഒളിമങ്ങാതെ ഉയർത്തിപ്പിടിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. അത് ഉയർത്തിപ്പിടിക്കാനും സഭയ്ക്കൊരു പൊതു ഊർജം പകരാനും സഭയുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് അത് കൂടുതൽ സഹായിക്കട്ടെ ഈ സമയത്ത് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ മെയ് 1 പ്രോഗ്രാമിൽ എല്ലാവരും പങ്കെടുക്കണം. തിരുമേനിമാരുടെ ആ ദിവസത്തിൽ നാം സഭ ഒന്നടങ്കം അതിൽ പങ്കെടുത്ത് ആ ദിവസം എത്രയും ധന്യമുള്ളതാക്കി തീർക്കണമെന്ന് പ്രത്യേകം ഈ സമയത്ത് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.